പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. സ്നേഹമുള്ളവരെ, നമ്മുടെ വാരാന്ത്യ ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിനത്തിലാണ് നാം ഇന്ന്. കഴിഞ്ഞ 3 ദിവസങ്ങളിലൂടെ ദൈവത്തിൻ്റെ മകനും മകളും എന്ന പദവിയിൽ ജീവിക്കാൻ, ദൈവസ്നേഹാനുഭവത്തിൽ ജീവിക്കാൻ, അതിന് നമ്മളെ പ്രാപ്തരാക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണവും ആ കുരിശുമരണത്തിലൂടെ നമ്മൾ നേടിയ രക്ഷയെക്കുറിച്ചും, അതുപോലെ ദൈവസ്നേഹാനുഭവത്തിൽ ജീവിക്കുന്നതിൽ നിന്ന് നമ്മെ ചിലപ്പോഴെങ്കിലുമൊക്കെ തടയുന്ന ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെ അടിമപ്പെടുത്തുന്ന പാപത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലൂടെ ധ്യാനിച്ചത്. ഇന്ന് നമ്മൾ നമ്മുടെ ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിനത്തിൽ പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച്, നമുക്കറിയാം ക്രൈസ്തവ ജീവിതം പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യേശുവിനെ കർത്താവായി അംഗീകരിക്കാൻ നമുക്ക് പ്രാപ്തി നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പാപത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നേ ദിവസം ധ്യാനിക്കുന്നത്. നമുക്ക് ഒന്ന് കണ്ണുകളടച്ച് അവിടുത്തെ സ്വരം ഈ സമയങ്ങളിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയുവാൻ, കർത്താവെ അങ്ങയെ ഞങ്ങൾക്ക് ഈ സമയത്ത് ശ്രവിക്കുവാൻ, അങ്ങയുടെ വാക്കുകൾ ഗ്രഹിക്കുവാനുള്ള കൃപാവരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായിട്ട് ഈ സമയങ്ങളിൽ ഈ വചനം കേൾക്കുന്ന ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവായ ദൈവമേ, ഈ വചന ശ്രവണത്തിലൂടെ ഞങ്ങളിൽ വിശ്വാസം വർദ്ധിക്കുകയും ഞങ്ങൾ ദൈവസ്നേഹാനുഭവത്തിൽ നിറയുകയും ഒക്കെ ചെയ്യാനായിട്ട് ഈ വചന ശ്രവണത്തിലൂടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ ഇപ്പോഴത്തെ ആയിരിക്കുന്ന സാഹചര്യത്തെയും ഒക്കെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കുകയും ഞങ്ങളിൽ നിറയുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, സിഹിയോൻ മാളിക മുകളിൽ സ്ലിഹന്മാരോടൊപ്പം ഇരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച മാതാവേ, ഈ സമയം ഈ വചനം ശ്രവിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മാതാവ് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവചനം വായിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് വളരെ സുപരിചിതമാണ്. പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ബാക്കി നമുക്ക് പറയാൻ സാധിക്കുന്ന തരത്തിൽ സുപരിചിതമാണ് ആ വാക്യം. അപ്പോസ്തല പ്രവർത്തനം 1:8 വാക്യം എങ്ങനെയാണ്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഏറ്റവും സുന്ദരമായ ഒരു ദൈവവചന ഭാഗമാണത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്ന ആത്മാവാണ്. എന്ത് ശക്തിയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്? എന്ത് ശക്തിയാണ് പരിശുദ്ധാത്മാവിനോട് നാം ചോദിക്കേണ്ടത്? നമുക്കറിയാം, സൃഷ്ടിയുടെ പുസ്തകത്തിൽ മുതൽ ദൈവ മക്കളുടെ പദവിയിൽ, ദൈവസ്നേഹാനുഭവത്തിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന ധാരാളം മനുഷ്യരെ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയും. അബ്രഹാം, അതുപോലെ തന്നെ മോശ, പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗിദയോൻ,
സാമുവൽ പ്രവാചകന്മാരിലേക്ക് വരുമ്പോഴത്തേക്കും ജെറമിയ, ആമോസ്, ഏശയ്യ, മിക്ക തുടങ്ങിയ പ്രവാചകന്മാർ, അതുപോലെ രാജാക്കന്മാർ, ഇവരൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന പല ആളുകളും ദൈവസ്നേഹ അനുഭവത്തിൽ ജീവിച്ച മനുഷ്യരാണ്. ഇവരുടെയൊക്കെ ശക്തി എന്താണ്? ആരാണ് ഇവരെ ഇങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്? സമൂഹത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ദൈവത്തിൻ്റെ മക്കളുടെ പദവിയിൽ ജീവിക്കാൻ, ദൈവമക്കളുടെ പദവി ആഘോഷിച്ചുകൊണ്ടിട്ട് ജീവിക്കാൻ പഴയ നിയമത്തിൽ ഈ മനുഷ്യരെ എല്ലാം പ്രേരിപ്പിച്ചതാരാണ്? സഹായിച്ചതാരാണ്? ദൈവത്തിൻ്റെ ആത്മാവ്, മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരാളെ സഹായിക്കുന്നത് ഇവിടെ ദൈവത്തെ പോലെ ജീവിക്കാനാണ്, ദൈവമക്കളായി ജീവിക്കാനാണ്. യേശു തന്നെ എത്ര കൃത്യമായിട്ടാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളിൽ നിന്ന് പോകുന്നു, ഞാൻ പോയി കഴിയുമ്പോൾ സഹായകനായ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, ആ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിച്ചു കഴിയുമ്പോൾ ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. അപ്പോൾ നോക്കണേ, നമ്മുടെ ഒരു വിളി എന്താണ്? നമ്മൾ ഇത്തിരി പോന്ന മനുഷ്യരായിട്ട് ഇവിടെ ചാഞ്ഞും ചരിഞ്ഞും അതിനും അടിമപ്പെട്ട് ഇതിനും അടിമപ്പെട്ട് ആ സ്വാധീനത്തിനും വഴങ്ങി ഈ സ്വാധീനത്തിനും വഴങ്ങി നമ്മളിവിടെ എങ്ങനെയെങ്കിലും ജീവിച്ച് എഴഞ്ഞ് മരിക്കേണ്ട ആളുകൾ അല്ല. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മളിവിടെ ദൈവത്തോളം വലുതായി ജീവിക്കേണ്ട മനുഷ്യരാണ്. അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ പുസ്തകം, സൃഷ്ടിയുടെ ആദ്യത്തെ പുസ്തകം, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം സൃഷ്ടിച്ച മനുഷ്യർ ദൈവത്തോളം വലിയവരായിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം പൂഴി കൊണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, പൂഴി കൊണ്ട് മനുഷ്യനെ ദൈവം മെനഞ്ഞു, അവൻ്റെ നാസാരന്ധ്രത്തിലേക്ക് ദൈവം ജീവശ്വാസം ഊതി, അപ്പോൾ അവൻ ജീവനുള്ളവനായി തീർന്നു. അവൻ ദൈവത്തെ പോലെയായി, അല്ലെങ്കിൽ അവൻ ദൈവത്തോളം വലുതായി. അതുകൊണ്ടാണ് അവർക്കിടയിൽ ദൈവത്തിൻ്റെ സ്നേഹം, അവർക്കിടയിൽ ദൈവിക ശക്തി, ദൈവിക വലിപ്പം, ഇതൊക്കെ ആദ്യത്തെ മനുഷ്യർക്കുണ്ടായിരുന്നു. അപ്പോൾ നോക്കുക, ദൈവത്തിൻ്റെ ജീവനാണ് മനുഷ്യനെ ദൈവത്തെ പോലെ ജീവിക്കാൻ പ്രാപ്തനാക്കിയത്. അതാണ് ദൈവം ഓരോ മനുഷ്യനും കൊടുത്ത കഴിവും. അതാണ് ദൈവത്തോളം വലിയവരായി പ്രപഞ്ചത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. അങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ ആദ്യ ദിവസം കണ്ടത്, ഉൽപ്പത്തി പുസ്തകം 2:25. പുരുഷനും അവൻ്റെ ഭാര്യയും നഗ്നരായിരുന്നു, എന്നാൽ അവർക്ക് ലജ്ജ തോന്നിയില്ല. കാരണം എന്താ? ഈ ആത്മാവ്, ഈ ദൈവത്തിൻ്റെ ജീവൻ. പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവ് അല്ലെങ്കിൽ ഈ ദൈവിക ജീവൻ അവരെ അന്തസ്സോടെ, തലയെടുപ്പോടെ, കുറവുകൾക്കിടയിലും വളരെ ശക്തിയോടെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവത്തെ പോലെ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാനുള്ള ശക്തി തരും. അതുകൊണ്ടാണ് ഈശോ ഈ ആത്മാവിനെ വാഗ്ദാനം ചെയ്തത്. ഇനി നമ്മൾ തിരുവചനത്തിലേക്ക് വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മനോഹരമായിട്ട് ഈ കാര്യം വർണ്ണിച്ചിട്ടുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാമത്തെ അധ്യായം, അസ്ഥികളുടെ താഴ്വര എന്നാണ് അതിൻ്റെ ഹെഡിങ്. അവിടെ എസെക്കിയേൽ പ്രവാചകനെ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിർത്തുന്നത് അസ്ഥികൾ ഉണങ്ങി വരണ്ട് കൂനയായിട്ട് അസ്ഥികൾ കൂടിക്കിടക്കണ ഒരു താഴ്വരയെ കൊണ്ട് നിർത്തി. അതായത് മനുഷ്യ ശരീരത്തിൻ്റെ അസ്ഥികൾ പലതായിട്ട് ഇങ്ങനെ ഒരു കൂന കൂട്ടി ഉണങ്ങി വരണ്ട് അസ്ഥികൾ കിടക്കുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37:5 വാക്യം ഇങ്ങനെയാണ്. 3-ാമത്തെ വാക്യം, അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക്, ചോദ്യം വളരെ വ്യക്തമാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവർ, ആ ചോദ്യത്തിനകത്ത് വലിയൊരു അർത്ഥമുണ്ട്. എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റുമോ എന്നല്ല, ഉണങ്ങി വരണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നല്ല, ചൈതന്യത്തോടെ ജീവിക്കാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ, പാടുപെട്ട് കരഞ്ഞു കലങ്ങി
പ്രാഗി എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചാൽ പോരാ. അങ്ങനെ ജീവിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. അതാണ് ഉണങ്ങി വരേണ്ട അസ്ഥി കണക്കെയുള്ള ജീവിതം. ഞാൻ മടുത്തു, എന്തിനാണ് ഇങ്ങനെ എന്നെ ഇട്ടേക്കണേ എന്ന് ചോദിക്കുന്ന ചില രോഗാവസ്ഥയിൽ, ഞാൻ മടുത്തു, എൻ്റെ തല ദൈവത്തിന് വേണ്ടേ, എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ടേക്കണേ, എന്നെ ആർക്കും വേണ്ട, മക്കൾക്ക് വേണ്ട, ഇങ്ങനെ ജീവിക്കുന്ന ചില ഉണങ്ങി വരേണ്ട ജീവിതങ്ങളുണ്ട്. അസ്ഥി കണക്കെ ഉണങ്ങി വരണ്ട് ജീവിക്കുന്നവർ. അല്ലെങ്കിൽ വേറെ ചിലർ, എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ ആർക്കും സ്നേഹമില്ല, ഞാൻ ചെയ്യുന്നതെല്ലാം കുറ്റമാണ്, ഞാൻ എത്ര നന്മ ചെയ്യുന്നു അതൊന്നും ഇവിടെ ആരും കാണുന്നില്ല, എൻ്റെ കുറ്റം മാത്രമേ കാണുന്നുള്ളൂ. ഇങ്ങനെ പ്രാഗി നേർന്ന ഉണങ്ങി വരണ്ട അസ്ഥി കണക്കെ ജീവിക്കണ ചില മനുഷ്യരുണ്ട്. അങ്ങനെയുള്ള അസ്ഥികളുടെ കൂട്ടത്തിൽ കൊണ്ട് നിർത്തിയിട്ടാണ് പ്രവാചകനോട് ചോദിക്കുന്നത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഈ അസ്ഥികൾക്ക് ചൈതന്യത്തോടെ ജീവിക്കാൻ പറ്റുമോ? അതോ ഇങ്ങനെ ഉണങ്ങി വരേണ്ട ഇവർക്ക് ജീവിക്കാൻ പറ്റുമല്ലോ? പ്രിയപ്പെട്ടവരെ, ചൈതന്യത്തോടെ ഇവിടെ ജീവിക്കണമെങ്കിൽ അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം എന്നാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? ദൈവത്തിൻ്റെ മക്കളെ പോലെ സ്വാതന്ത്ര്യത്തിൽ ഇവിടെ ജീവിക്കണം. ഉണങ്ങി വരണ്ടല്ല, ജീവനുള്ളവരായിട്ട് നമ്മളിവിടെ പെരുമാറണം. അതിന് നമ്മളെ സഹായിക്കാൻ പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വീണ്ടും ഒന്നുകൂടി പുറകോട്ട് പോവുകയാണ്. നമ്മൾ 2-ാം അധ്യായത്തിൽ വായിച്ചു, ദൈവത്തിൻ്റെ ജീവശ്വാസം അവരുടെ മേൽ ഊതി, അങ്ങനെ അവർ ജീവനുള്ളവനായി തീർന്നു. അപ്പോൾ അവരെല്ലാം സ്വാതന്ത്ര്യം അനുഭവിച്ചു. പക്ഷേ ഇതുപോലെ തന്നെ ഈ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ, 3-ാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്, ഈ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ഈ ബലൂണിൻ്റെ കാറ്റ് പോകുന്ന പോലെ, നമുക്കറിയാം ഈ നൈട്രജൻ ബലൂണൊക്കെ ഇപ്പോൾ പെരുന്നാൾ സ്ഥലങ്ങളിൽ നൈട്രജൻ ബലൂൺ വീർപ്പിച്ചിട്ട് അതിങ്ങനെ മുകളിലേക്ക് ഒരു നൂലെ കെട്ടി ഇങ്ങനെ മുകളിൽ നിർത്തും. അതങ്ങനെ മുകളിൽ ആടിക്കളിച്ച് പാറിപ്പറന്ന മുകളിൽ ഇങ്ങനെ നിൽക്കണതിൻ്റെ കാര്യം അതിനകത്ത് നൈട്രജൻ ഉള്ളത് കൊണ്ടാണ്. അത് ഉള്ളിടത്തോളം കാലം ഇനി നമ്മളതിനെ നൂലെന്ന് കെട്ടുവിട്ടാൽ പോലും അതിങ്ങനെ ആകാശത്ത് പാറിപ്പറന്ന് കളിച്ച് അതങ്ങനെ നടക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ ജീവിക്കേണ്ടവരാണിവിടെ. തുള്ളിക്കളിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ. ഉറപ്പായിട്ടും നമ്മൾ ഈ പ്രപഞ്ചത്തിൽ തുള്ളിക്കളിച്ച് ജീവിക്കേണ്ടവരാണ്. പക്ഷെ അങ്ങനെ തുള്ളിക്കളിച്ച് ജീവിക്കേണ്ടവർ ഇന്ന് ജീവിക്കുന്നത് ഉണങ്ങി വരേണ്ട അസ്ഥികളെ പോലെയാണ്. ഈ നൈട്രജൻ അതിനകത്തുനിന്ന് എപ്പോഴെങ്കിലും ഇല്ലാണ്ടായാൽ ഈ ആകാശത്ത് തത്തിക്കളിക്കുന്ന ബലൂൺ, കാറ്റുപോയ ബലൂൺ ഉടനടി നിലം പതിച്ചിവിടെ വന്ന് അനക്കമില്ലാതെ കിടക്കും. അതും ബലൂണാ, പക്ഷേ കാറ്റുപോയി, അല്ലെങ്കിൽ അതിനകത്തെ നൈട്രജൻ നഷ്ടപ്പെട്ടു. അപ്പോൾ അതിനി തുള്ളിക്കളിക്കാം, അതിങ്ങനെ ഇവിടെ ചത്തേ ചതഞ്ഞേ എന്ന് പറഞ്ഞ് ഇവിടെ കിടക്കാനേ പറ്റുള്ളൂ. മനുഷ്യ ജീവിതം ഇങ്ങനെ ജീവിക്കാനുള്ളതല്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളാണ്. മനുഷ്യ ജീവിതം ഇങ്ങനെ ജീവിക്കാനുള്ളതല്ല. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ വാക്യം വളരെ സുന്ദരമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. നോക്കൂ, മനോഹരമായൊരു വാക്യമാണ്. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. 2-3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, രൂപമില്ലായിരുന്നു ഭൂമിക്ക്. 2, ശൂന്യമായിരുന്നു. 3, ആകെ ഇരുട്ടായിരുന്നു. നോക്കിയേ, ചില ജീവിതങ്ങൾ ഇങ്ങനെ ആകട്ടോ. ഒരു രൂപവും ഇല്ല, എന്നെ ആർക്കും വേണ്ട, എന്നോട് ആർക്കും ഇഷ്ടമില്ല, എൻ്റെ കെട്ടിയവൻ ഇതൊന്നും ഞാൻ ചെയ്യുന്ന ഒന്നും മനസ്സിലാവുന്നില്ല, എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല, എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ട. രൂപമില്ലാത്ത ചില ജീവിതങ്ങൾ. 2, ഭൂമി രൂപരഹിതമായിരുന്നു. 2ാമത്തെ ശൂന്യമായിരുന്നു. ചില ജീവിതങ്ങൾ ഇങ്ങനെ ശൂന്യമാ, ഒരു നിറവുമില്ല, ശൂന്യമായ ചില ജീവിതങ്ങൾ. 3, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ചില ജീവിതങ്ങൾ ഇങ്ങനെ ഇരുട്ട്, ഒരു പ്രകാശമില്ലാത്ത ജീവിതങ്ങൾ. പ്രിയപ്പെട്ടവരെ, അടുത്ത വാക്യം ശ്രദ്ധിക്കണം. ഈ രൂപരഹിതമായ, ഈ ശൂന്യമായ, ഈ ഇരുണ്ട ഭൂമിക്ക് മുകളിൽ എന്ത് സംഭവിച്ചു എന്നാണ്? ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ! ദൈവത്തിൻ്റെ ചൈതന്യം ഈ രൂപരഹിതമായ, ശൂന്യമായ, ഇരുണ്ട ഈ ഭൂമിയുടെ മേൽ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. ഫലമെന്താ?
രൂപമില്ലാതിരുന്ന ഭൂമിക്ക് മനോഹര രൂപമുണ്ടായി. കവികൾ പോലും ഭൂമിയുടെ സൗന്ദര്യത്തെ, പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട് എഴുതാൻ മാത്രം ഭൂമി സുന്ദരിയായി. ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ച ഭൂമിയുടെ മേൽ ചലിച്ചു, ഭൂമി സുന്ദരിയായി. ശൂന്യമായിരുന്ന ഭൂമിയുടെ മേൽ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചു. നോക്കൂ, ഭൂമി നിറഞ്ഞു പക്ഷികളെ കൊണ്ട്, മൃഗങ്ങളെ കൊണ്ട്, സസ്യങ്ങളെ കൊണ്ട്. കടല്, കല്ല്, കായല്, വെള്ളം, മനുഷ്യർ, ഭൂമി നിറഞ്ഞു പ്രിയപ്പെട്ടവരെ. 3, ഇരുണ്ട ഭൂമിയുടെ മേൽ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചു, ഭൂമി പ്രകാശപൂരിതമായി. അപ്പൊ പരിശുദ്ധാത്മാവ് ഒരാളുടെ ജീവിതത്തിൽ ചെയ്യുന്നതും ഇത് തന്നെയാണ്. ഇത് ചെയ്യണം. ഇത് ചെയ്യാനാണ് പരിശുദ്ധാത്മാവിനെ നാം അനുവദിക്കേണ്ടത്. നിന്നുകൊടുക്കണം ചലിക്കാൻ. ശൂന്യമായ എൻ്റെ ജീവിതത്തിൽ ചലിക്കാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കൂ. നിറയും ചങ്ങാതി, നിറയും. രൂപമില്ലെന്ന് കരുതുന്ന നിന്റെ വീടിൻ്റെ മേൽ, രൂപമില്ലെന്ന് കരുതുന്ന നിന്റെ ജീവിതത്തിന് മേൽ പരിശുദ്ധാത്മാവിനെ ഒന്ന് ചലിക്കാൻ അനുവദിക്കുക. ശാന്തമായിട്ട് നിൽക്ക്, പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ, നിനക്ക് മനോഹര രൂപമുണ്ടാവും. ഞാൻ വളരെ വ്യക്തിപരമായിട്ട് എൻ്റെ യുവത്വത്തിൻ്റെ ആരംഭനാളുകളിൽ ഞാൻ ഓർത്തിട്ടുണ്ട്, അയ്യോ ഇത്രയും രൂപമില്ലാത്ത ഒരു ജീവിതം, ഒരു ജന്മം, രൂപമില്ലാത്ത ഒരു ജീവിതം ഞാൻ ഓർത്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും ആദ്യത്തെ ധ്യാനം കൂടുമ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു വചനഭാഗം കൂടിയാണിത്. ഒരു രൂപമില്ലാത്തവനെ പോലെയാണ് ഞാനന്ന് ധ്യാനത്തിനിരിക്കുന്നത്. ആർക്കും ഒരു പാവപ്പെട്ടവൻ, ഒരു കഴിവും ഒന്നും എക്സ്ട്രാ ഒന്നും ഇല്ലാത്തവൻ, എക്സ്ട്രാ പോയിട്ട് വേണ്ട കഴിവുകൾ പോലും ഇല്ലാത്തവൻ, ആവശ്യത്തിന് പണമില്ലാത്തവൻ, അത്യാവശ്യം പട്ടിണിയും ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്നവൻ, ഇങ്ങനെ ആർക്കും വേണ്ടാത്തവൻ. പണമില്ലാത്തവനെ ആർക്കും വേണ്ടല്ലോ, രൂപമില്ലാത്തവൻ. അന്ന് എന്നെ എൻ്റെ ഉള്ളിൽ എവിടെയോ വന്നു കൊണ്ട ഒരു വചനഭാഗം കൂടിയാണിത്. രൂപമില്ലാത്ത ഭൂമിയുടെ മേൽ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. ആ ഭൂമിക്ക് രൂപമുണ്ടായി, ഭൂമി സുന്ദരിയായി. കവികൾ പോലും ആ സൗന്ദര്യത്തെക്കുറിച്ച് നൂറുകണക്കിന് ഭാഷകളിൽ സൗന്ദര്യത്തെക്കുറിച്ച് എഴുതാൻ മാത്രം ഭൂമിക്ക് സൗന്ദര്യമുണ്ടായി. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചപ്പോൾ അന്ന് ഒന്നേ ചെയ്തുള്ളൂ. രൂപമില്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഞാൻ ഒന്ന് നിന്നുകൊടുത്തു, ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കാൻ. ഇന്ന് പ്രിയപ്പെട്ടവരെ, രൂപമുണ്ടെന്ന് അഭിമാനിക്കുന്നവനാണ് ഞാൻ, ഒരു രൂപമുണ്ടെന്ന് അഭിമാനിക്കുന്നവൻ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു കുടുംബത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് കാലാകാലം ആരെല്ലാം വിട്ടുകൊടുത്തോ നമ്മൾ കാണുന്നില്ലേ? ഇസ്രായേൽക്കാരെ മുഴുവനും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഫിലിസ്തീൻ മല്ലൻ ഗോലിയാത്ത്, അയാളുടെ തൂക്കം പോലും പറയാനുണ്ട്. അയാളുടെ തൂക്കം എന്ന് പറയുന്നത് 5000 ഷെക്കൽ തൂക്കമാണ്. അയാളിട്ടിരുന്ന പടച്ചട്ടയുടെ തൂക്കം 5000 ഷെക്കൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കിലോഗ്രാമിലേക്ക് കൊണ്ടുവന്ന 57 കിലോ പടച്ചട്ടയുടെ തൂക്കം മാത്രം. അപ്പോൾ അയാളുടെ തൂക്കം എത്ര? 57 കിലോ ഇട്ടുകൊണ്ട് ഒരുത്തൻ യുദ്ധത്തിനിറങ്ങണമെങ്കിൽ അയാളുടെ തൂക്കം എത്ര? അയാളുടെ വലിപ്പം 6 മുഴം നീളം. ഇയാളുടെ മുമ്പിൽ പോയി നിൽക്കണ ഒരു കൊച്ചു പയ്യനില്ലേ, പീറ പയ്യൻ ദാവീദ്. രൂപമില്ലാത്തവനെന്ന് ഫിലിസ്തീൻ വെല്ലുവിളിച്ചവൻ, രൂപമില്ലാത്തവനെന്ന് വിളിച്ച് ഫിലിസ്തീൻ കളിയാക്കിയവൻ. ഈ പയ്യൻ ആശ്രയിച്ചത് ആരില? ഈ രൂപമില്ലാത്ത പയ്യൻ 6 മുഴം നീളമുള്ള 57 കിലോ പടച്ചട്ടയിടുന്ന ഈ മഹാമല്ലന്റെ മുമ്പ് നിൽക്കുമ്പോൾ അവന് രൂപം കൊടുത്തത് ആരാ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അവന് രൂപം കൊടുത്തത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. സാമുവേലിന് രൂപം കൊടുത്തത് ആരാ? ഹേലി പുരോഹിതന്റെ മക്കളെക്കുറിച്ച് തിരുവചനം പറയുന്നുണ്ട്. ആ നാട്ടിൽ ദൈവത്തിൻ്റെ സ്വരം കേട്ട് ജീവിക്കാൻ ഹേലി പുരോഹിതന്റെ മക്കൾക്ക് പറ്റുന്നില്ലായിരുന്നു. അവർ ലോകത്തിൽ ലൗകികമായി ജീവിച്ചതുകൊണ്ട്. അപ്പം നോക്കൂ, അവിടെ ഈ ദൈവത്തിൻ്റെ ആത്മാവ് ഈ കൊച്ചു പയ്യൻ സാമുവേലിനെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്, അവന് രൂപം കൊടുക്കുന്നത്. പിന്നെ സാമുവേലാണ് ആ ജനത്തിൻ്റെ ആചാര്യൻ. രൂപം കൊടുത്തത് ആരാ? പരിശുദ്ധാത്മാവ്. നോക്കൂ, തിരുവചനങ്ങളിലൂടെ നോക്കൂ. ഗിദയോൻ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗിദയോൻ, അയാൾ ഒളിച്ചു പോയി ഇരിക്കുന്ന എവിടെ? മുന്തിരിത്തോട്ടത്തിൽ പോയി ഇരിക്കുകയാ. ആരും കാണാണ്ടിരിക്കാൻ പോയി മുന്തിരിത്തോട്ടത്തിൽ പോയി ഒളിച്ചിരിക്കുകയാ. നോക്കൂ, അവിടെ ഇരിക്കുന്ന അയാൾക്ക് പിന്നീട് ഒരു കഴുതയുടെ താടിയെല്ലെടുത്ത് ശത്രുക്കളെ
വധിച്ച് ജനത്തെ രക്ഷിക്കാൻ മാത്രമുള്ള ശക്തി കൊടുത്തതാരാ? പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കണം എന്നാണ് പഴയ നിയമത്തിലെ ഈ വ്യക്തികളിലൂടെ. ആര് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് എൻ്റെ അയോഗ്യതകളോടുകൂടി, എൻ്റെ കുറവുകളോടും പരാജയങ്ങളോടും കൂടി ആര് തന്നെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിന് വിട്ടുകൊടുക്കണോ, അയാളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി പുറപ്പെടും. അയാൾ ദൈവമകനും ദൈവമകളുമായി. സൂസന്ന എന്ന പെണ്ണ് നോക്കൂ, അവൾക്കെതിരെ ആരോപണങ്ങളുമായിട്ട് 2 മല്ലന്മാരാ വന്ന് നിൽക്കണത്. അവസാനം അവൾ ഒറ്റപ്പെടുകയാ. അവളെ ഇപ്പൊ തന്നെ വധിക്കും ജഡ്ജി. പ്രിയമുള്ളവരെ, അവിടെയും പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പം അതുകൊണ്ട് തൻ്റെ ജീവിത സാഹചര്യങ്ങളെ, തൻ്റെ പരാജയങ്ങളെ, തൻ്റെ കോട്ടങ്ങളെ ഒക്കെ, തൻ്റെ അബദ്ധങ്ങളെ, ഞാൻ പറഞ്ഞ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങൾ പോലും വിട്ടുകൊടുക്കൂ. ആർക്ക്? ദൈവത്തിൻ്റെ ആത്മാവിന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്. അതാണ് ഇവിടെ പറഞ്ഞത്. ഈ പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങൾക്ക് ഷെയ്പ്പ് നൽകും, രൂപം നൽകും. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളുടെ മേൽ അടയിരിക്കും. എന്നിട്ടോ രൂപമുണ്ടാക്കി തരും, സുന്ദരമാക്കി തരും, നിറവ് തരും. ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. നോക്കൂ, രൂപമില്ലാത്ത ഒരു 10-12 ആൾക്കാർ സെഹിയോൻ മാളിക മുകളിൽ കതകടച്ച്. എന്തിനാ കതകടച്ച്? പേടിച്ചിട്ട് അവരാ കതകടച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനാ പ്രാർത്ഥിക്കണേ? പേടിച്ചരണ്ടിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്താ ദിവസം സംഭവിച്ചത് എന്താ? ഈ പേടിച്ചരണ്ട് ഗുരുവിനെ കൊന്നവർ ഞങ്ങളെയും കൊല്ലുമല്ലോ എന്ന ആധിയും വ്യാധിയും മൂത്ത് കതകടച്ചിരുന്ന അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നിറഞ്ഞു. സംഭവിച്ചത് എന്താ പ്രിയപ്പെട്ടവരെ? അവർ നിറഞ്ഞു. ശൂന്യമായിരുന്ന അവരുടെ ഉള്ളു നിറഞ്ഞു. ഭീതി കൊണ്ട് രൂപം നഷ്ടപ്പെട്ടിരുന്ന അവർക്ക് പുതിയ രൂപമുണ്ടായി. അവർ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർന്നു. അവരുടെയൊക്കെ ഉള്ളിലെ ഇരുട്ട് മാറിക്കിട്ടി. അവർ ഇരുട്ട് പേടിച്ചരണ്ട് ഈ ഇരുട്ട് ബാധിച്ച് അവർ കയറി ഇരിക്കുക. അവരുടെ ഇരുട്ട് മാറിക്കിട്ടി. അവർ പ്രകാശപൂരിതമായി. അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? അപ്പസ്തോലന്മാരെ ചാടി പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ടോ അവർ വിളിച്ചു പറഞ്ഞു. ആരെ പേടിച്ച് അവർ കയറി കതകടച്ച് കുറ്റിയിട്ട് അവർ ഇരുന്നോ? വാതിലുകൾ അടച്ചിരുന്നു. അവര് ആരെ പേടിച്ച് ഇരുന്നോ? അവരുടെ ഇടയിലേക്ക് ഇവരങ്ങ് ഇറങ്ങി. പത്രോസ്, വിശുദ്ധ അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, പത്രോസ് മറ്റു 11 പേരോടുമൊപ്പം. നോക്ക്, പത്രോസിന് മാത്രം കിട്ടിയ ധൈര്യമല്ല, മറ്റ് 11 പേർക്കും കിട്ടി. ലാസ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ട മത്തിയാസ് ഉൾപ്പെടെ 12 പേരും ധൈര്യശാലികളായി. 12 പേർക്കും പുതിയ രൂപം കിട്ടി. 12 പേർക്കും ദൈവസ്നേഹത്തിൻ്റെ നിറവ് കിട്ടി. 12 സാധാരണ മനുഷ്യർ അസാധാരണക്കാരായ മനുഷ്യരായി. 12 പാവപ്പെട്ട മനുഷ്യർ വലിയ സമ്പന്നന്മാരായി. സമ്പത്ത് ഞാൻ ഉദ്ദേശിച്ചത് പണമല്ല, അതീവ സമ്പന്നന്മാരായി. എന്നാൽ പത്രോസ് മറ്റ് 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ, നോക്ക് 2-3 വാക്യങ്ങൾ ശ്രദ്ധിക്കണം അതിനകത്ത് വാക്കുകൾ. പത്രോസ് മറ്റ് 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്നു. കൂഞ്ഞിക്കൂടി ഇരുന്നല്ല പറയണേ, കൂഞ്ഞിക്കൂടി ഇരുന്നല്ല. അവരെഴുന്നേറ്റ് നിന്നു, ചങ്കുറപ്പിച്ച് എഴുന്നേറ്റ് നിന്നു. എവിടുന്ന് കിട്ടി ധൈര്യം? എവിടുന്ന് കിട്ടി പുതിയ രൂപം? എവിടുന്ന് കിട്ടി ഈ ഭാവം? എവിടുന്ന് കിട്ടി ഈ ശക്തി? പ്രിയപ്പെട്ടവരെ, ഇതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവമക്കളുടെ പദവി തന്ന് നമ്മളെ ദൈവത്തോളം വലുതാക്കും എന്നതിൻ്റെ തെളിവാണിത്. എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ഉച്ചസ്വരത്തിൽ പറഞ്ഞു. പതുക്കെയൊന്നും അല്ല പറഞ്ഞേ. ആരെങ്കിലും കേട്ടാ കൊങ്ങാക്കി പിടിക്കുമെന്നോ, ആരെങ്കിലും കേട്ടാ കുന്തം കൊണ്ട് കുത്തുവെന്നോ ഒന്നും ഓർത്തിട്ടല്ല. ഉച്ചസ്വരത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത് സോപ്പിട്ടൊന്നും അല്ല പറഞ്ഞത്. ജെറൂസലേമിൽ വസിക്കുന്നവരെ ഇത് മനസ്സിലാക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. എൻ്റെ ഈ കൂട്ടുകാരെ കള്ളടിച്ച് പൂസായിട്ട് അതും ഇതും വിളിച്ചു പറയുന്നവരല്ല. ഇപ്പോൾ ദിവസത്തിൻ്റെ 3-ാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്നില്ലേ? അന്ന് കുരിശിൽ തറച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ?
നീചനും ഹീനനുമായിട്ട് കണ്ട് അന്ന് റോമാക്കാരുടെ ഇടയിൽ ഈ കുരിശിൽ തറച്ച് കൊല്ലുന്ന ശീലമില്ല. പേർഷ്യൻ രീതിയാ ഇത്. കടമെടുത്തിട്ട് പേർഷ്യൻ രീതി കടമെടുത്ത് റോമാക്കാർക്ക് കൊടുക്കില്ലാത്തൊരു ശിക്ഷയുമാണത്. പേർഷ്യൻ രീതി കടമെടുത്തിട്ട് നീചന്മാർക്ക് കൊടുക്കണ ഈ വളരെ നീചമരണം. അങ്ങനെ നീചമായി കൊല്ലപ്പെട്ട ഒരുത്തനെ കുറിച്ച് അവർ പ്രസംഗിക്കുക. നിങ്ങൾ കുരിശെ തറച്ച് കൊന്നില്ലേ, അവനെ ദൈവം ഉയർപ്പിച്ചു. ഹല്ലേലൂയ. വിളിച്ചു പറഞ്ഞു അവർ, അവനെ ദൈവം ഉയർപ്പിച്ചു, അവനെ യഹോവ ഉയർപ്പിച്ചു. വിളിച്ചു പറഞ്ഞു അവർ. പുതിയ രൂപം കണ്ടോ, പുതിയ ഭാവം കണ്ടോ, പുതിയ ശക്തി കണ്ടോ? പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്താ ദിവസം 2 കാര്യങ്ങൾ സംഭവിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ. 2 കാര്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തനം 2:4. അവരെല്ലാവരും ഒന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഇപ്പൊ അവരുടെ നിറമെന്ന് പറയുന്നത് അവരുടെ ബൗദ്ധിക ജ്ഞാനമല്ല. ഇപ്പൊ അവരുടെ നിറമെന്ന് പറയുന്നത് അവരുടെ കയ്യിലിരിക്കുന്ന സമ്പത്തല്ല. ഇപ്പൊ അവരുടെ നിറമെന്ന് പറയുന്നത് അവരുടെ ശാരീരിക കഴിവല്ല. അവരുടെ ഇപ്പോഴത്തെ ഏക ബലം, ഏക നിറവ് പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ട പെന്തക്കോസ്തായുടെ സഹോദരങ്ങളെ, നാം പെന്തക്കോസ്തായിൽ ജീവിക്കുന്ന കത്തോലിക്കരാണ്. പെന്തക്കോസ്തായിൽ അനുഭവത്തിൽ ജീവിക്കുന്ന കത്തോലിക്കരാണ്. മാമോദീസായിലൂടെ നമുക്ക് പെന്തക്കോസ്താ അനുഭവം ഉണ്ടായി. എന്ത് സംഭവിച്ചു? നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ നിറവ്, പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന നിറവാണ്. നിറവ്. നമ്മൾ ശൂന്യരല്ല, ശൂന്യരാകരുത്. നമ്മുടെ മനസ്സ് ശൂന്യമാകരുത്, ഹൃദയം ശൂന്യമാവരുത്. നാം നിറവുള്ളവരാകണം. ആരുടെ നിറവ്? പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നാം ഉള്ളവരാകണം. അപ്പോൾ ഒന്ന്, അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പെന്തക്കോസ്താ ദിവസം സംഭവിച്ച 2 കാര്യങ്ങളിൽ ഒന്ന്, അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. 2, ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. കണ്ടോ? അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. പേർഷ്യക്കാരും മേദിയക്കാരും മെസൊപ്പൊട്ടാമിയക്കാരും ഒക്കെ അവർ പറയണത് അവരുടെ ഭാഷയെ കേൾക്കുവാണ്. നോക്ക്, അപ്പോഴാണ് അവർ പിന്നെയും പറഞ്ഞു, എടാ ഇവർ സാധാരണ മനുഷ്യരല്ലേ, പിന്നെ ഇവരെന്താ ഈ അസാധാരണ കാര്യങ്ങൾ ചെയ്യണു? പ്രിയപ്പെട്ടവരെ, സാധാരണ മനുഷ്യരെ കൊണ്ട് അസാധാരണ കാര്യങ്ങൾ ചെയ്യിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സാധിക്കൂ. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അതുകൊണ്ടാണ് ജെറൂസലേം ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിൽ കിടന്ന് തൻ്റെ അടുക്കൽ ഭിക്ഷയ്ക്ക് വേണ്ടി കൈനീട്ടുന്ന, എന്തെങ്കിലും ചില്ലറ തുട്ടുകിന് വേണ്ടി കൈനീട്ടുന്നവനോട് പത്രോസും കൂട്ടരും സുന്ദരമായിട്ട് പറഞ്ഞല്ലോ, നീ എഴുന്നേറ്റ് നടക്ക്. അവരുടെ കയ്യിലുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അവർക്ക് അതേ കൊടുക്കാനുള്ളൂ. ചില്ലറ നാണയങ്ങളല്ല അവർക്ക് കൊടുക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നിറഞ്ഞ് ആ സ്നേഹം കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പരിശുദ്ധാത്മാവിൻ്റെ ക്ഷമ നിറഞ്ഞ് ആ ക്ഷമ കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പരിശുദ്ധാത്മാവിൻ്റെ സൗഖ്യം നിറഞ്ഞ് ആ സൗഖ്യം കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇതാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നാം പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറഞ്ഞ ആ കൃപ കൊടുക്കണം. ഈ കാലഘട്ടത്തിന് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ നിറവും ശക്തിയുമുള്ള മനുഷ്യരെയാണ് ഈ കാലഘട്ടത്തിന് വേണ്ടത്. അതാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. ഇല്ലാതെ പരിശുദ്ധാത്മാവ് നിറവ് നൽകുന്ന പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തി ശുഷ്കമായിട്ടും ശൂന്യമായിട്ടും നമ്മൾ ജീവിച്ചാൽ അത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണ്. നോക്കൂ, നമ്മെ നിറയ്ക്കാനും ശക്തിപ്പെടുത്താനും പരിശുദ്ധാത്മാവ് നമ്മുടെ പടിവാതുക്ക തയ്യാറായി നിൽക്കേ. നിന്നെ വേണ്ട, ഞാനിവിടെ ശുഷ്കമായി ജീവിച്ചോളാം, കരഞ്ഞു നിലവിളിച്ച് പ്രാഗി നേർന്ന്, എന്നെ ആർക്കും വേണ്ടേ, എന്നെ ഒന്നിനും കൊള്ളില്ലേ എന്നും പറഞ്ഞ് ഞാനിവിടെ ശുഷ്കിച്ച് ജീവിച്ചോളാം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണ്. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിൽ ശക്തരാകണം. നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയണം. നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവമക്കളുടെ പദവിയിൽ ഈ നൈട്രജൻ ബലൂൺ ആകാശത്ത് തത്തിക്കളിക്കുന്നത് പോലെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ തത്തിക്കളിച്ച്, ഈ പ്രപഞ്ചത്തിൽ ഇല്ലായ്മ വരും, വല്ലായ്മ വരും, ഈ പ്രപഞ്ചത്തിൽ ദുഃഖം വരും, ദുരിതം വരും, ഈ പ്രപഞ്ചത്തിൽ രോഗമുണ്ടാകും, അതില്ല, ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ ഇതിനൊക്കെ ഇടയ്ക്ക് അപ്പൻ്റെ കയ്യിലെ മക്കളെ പോലെ, മാലാഖമാരെ പോലെ ഈ പ്രപഞ്ചത്തിൽ തുള്ളിക്കളിച്ച് തത്തിക്കളിച്ച് ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രാപ്തി നൽകും. അതാണ് ദൈവമക്കളുടെ ജീവിതം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് കണ്ണുകളടച്ച്. നമ്മൾ പരിശുദ്ധാത്മാവിൽ ജീവിക്കേണ്ട മനുഷ്യരാണ്. നമുക്കൊന്ന് പറ്റുന്നവരെല്ലാം കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ, പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിച്ച പഴയ നിയമത്തിലെ വലിയ മനുഷ്യരെ ഞങ്ങൾ കാണുന്നു. അബ്രഹാമും മോശയും ജോസഫും ദാവീദും സാമുവലും പ്രവാചകന്മാരും ഒക്കെ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഈശോയെ,
നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിട്ടാണ്. നീ പരിശുദ്ധാത്മാവിൽ ജനിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിച്ചു. കർത്താവായ ദൈവമേ, ആ ആത്മാവ് നിന്നെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് ഞങ്ങളിൽ വസിക്കുന്നെങ്കിൽ, ഞങ്ങളുടെ ശരീരം, മർത്യശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ഞങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കുമെന്ന് അരുളി ചെയ്ത ദൈവമേ, നിന്നെ പോലെ ഈ പ്രപഞ്ചത്തിൽ ആനന്ദത്തോടെ ജീവിക്കാൻ, ദൈവമകൻ്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ, ശക്തിയോടെ ജീവിക്കാൻ, ശുഷ്കിച്ചല്ല, ഉണങ്ങി വരണ്ടല്ല, ശൂന്യമായിട്ടല്ല, ഇരുണ്ടല്ല, ദൈവമേ, നിറവിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമേ. അപ്പാ എന്ന് അങ്ങയെ വിളിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വർഷിക്കണമേ ദൈവമേ. സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, സ്തോത്രം. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ, നന്ദി. ദൈവമേ, സ്തോത്രം. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനം ഈകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനം ഈകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നരുളി ചെയ്ത ഈശോയെ, ഞാൻ പോയി കഴിയുമ്പോൾ സത്യാത്മാവ്, നിങ്ങളെ നിത്യം സഹായിക്കുന്ന പാറക്കലേത്ത സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകപ്പെടും എന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങൾ അനാഥരല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തന്നത് നിത്യവും ഞങ്ങളുടെ കൂടെ ആയിരിക്കാനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഈ പരിശുദ്ധാത്മാവ് മൂലമാണ് ഞങ്ങൾക്ക് ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കാൻ സാധിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് മൂലമാണ് ഞങ്ങൾക്ക് ഈശോയെ കർത്താവേ എന്ന് വിളിക്കാൻ സാധിക്കുന്നത്. ഈശോയെ, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തന്ന കർത്താവേ,
സ്നേഹത്തോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈ പാട്ടിൻ്റെ വരികളിലൂടെ നമുക്ക് ഈശോയെ, പരിശുദ്ധാത്മാവിനെ തന്ന കർത്താവിനെ സ്നേഹത്തോടെ നമുക്ക് ആരാധിക്കാം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. നീ എൻ്റെ സങ്കേതവും അങ്ങ് ഞങ്ങളുടെ സങ്കേതമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു ദൈവമേ. നീ എൻ്റെ കോട്ടയും അങ്ങാണ് ഞങ്ങളുടെ അഭയകേന്ദ്രവും കോട്ടയും. നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ഓ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ ദൈവമാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവവുമാ അടിയനിതാ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ചേർന്ന് പാടാം. അടിയനിതാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ, അടിയനിതാ. അതെ കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ഇതാ ഞങ്ങൾ വിശ്വാസത്തോടും താഴ്മയോടും കൂടി നിൽക്കുന്നു. ഞങ്ങളെ ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്താൻ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ, കർത്താവെ, ഞങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ ഞങ്ങൾക്കെതിരെ വരുന്ന പ്രലോഭനങ്ങളെ തോൽപ്പിക്കാൻ, കർത്താവെ, പാപങ്ങളെ തോൽപ്പിക്കാൻ, അനാഥരായി ഞങ്ങളെ വിടുകയില്ല എന്ന് ഞങ്ങളോട് വാഗ്ദാനം ചെയ്തുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് അങ്ങയുടെ ആത്മാവിനെ തന്നു. കർത്താവെ, ഞങ്ങൾക്ക് ദാനമായി തന്ന പരിശുദ്ധാത്മാവിനെ ഓർത്ത് കർത്താവെ, സ്നേഹത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ, നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. യേശുവേ, നന്ദി പറഞ്ഞു സ്തുതിക്കുന്നു. കർത്താവേ, എവിടെയാണോ നമ്മളായിരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ഹൃദയത്തിൽ ജീവിക്കുന്ന ദൈവത്തെ, അവിടുന്ന് നൽകുന്ന പരിശുദ്ധാത്മാവിനെ, എനിക്ക് കൂട്ടായ പരിശുദ്ധാത്മാവിനെ, സത്യമെന്തെന്ന് എന്നെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ, എന്നെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ, എനിക്ക് ദൈവമക്കളെ പോലെ ജീവിക്കാൻ കരുത്തു നൽകുന്ന പരിശുദ്ധാത്മാവിനെ, എന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഒരുമിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഓ പരിശുദ്ധാത്മാവേ സ്തോത്രം, എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ സ്തോത്രം, എന്നിൽ ജീവിക്കുന്ന പരിശുദ്ധാത്മാവേ സ്തോത്രം, എന്നെ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവേ സ്തോത്രം, എന്നെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ സ്തോത്രം, എനിക്ക് രൂപം നൽകുന്ന പരിശുദ്ധാത്മാവേ സ്തോത്രം, എന്നെ പ്രകാശിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. ഓ ദൈവമേ സ്തോത്രം. അപ്പച്ചാ പിതാവേ, അങ്ങയെ അപ്പാ എന്ന് വിളിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. ദൈവമേ, ഈ പ്രപഞ്ചത്തിലെ എല്ലാ വിധത്തിലുള്ള പാപ സാഹചര്യങ്ങളും
സാഹചര്യങ്ങളെയും എതിർത്ത് തോൽപ്പിക്കാൻ എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നെ ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി പറയുന്നു, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് പരിശുദ്ധാത്മാവിനെ ആരാധിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് ആരാധിക്കാം. ദൈവത്തിൻ്റെ വചനം സൃഷ്ടിയുടെ വിവരണത്തിൽ ആദ്യമേ പറയുന്നു, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ആ അവസ്ഥയിൽ വെള്ളത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മേൽ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മേൽ, ഈ ഭൂമിയുടെ മേൽ, രൂപമില്ലാതിരുന്ന ഈ ഭൂമിയുടെ മേൽ, ഇരുണ്ട ഈ ഭൂമിയുടെ മേൽ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. ആ ചൈതന്യം, പരിശുദ്ധാത്മാവ് ഈ ഭൂമിക്ക് രൂപം നൽകി. ഇന്നിതാ നാം നിൽക്കുന്നത് ഈ കർത്താവിൻ്റെ മുമ്പിലാണ്. ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്ത ഈശോയുടെ മുൻപിലാണ് നാം നിൽക്കുന്നത്. നമുക്ക് പരിശുദ്ധാത്മാവിനോട് പറയാം, ഓ പരിശുദ്ധാത്മാവേ, ശൂന്യത നിറയുന്ന എൻ്റെ ഈ ജീവിതത്തിൻ്റെ മേൽ, രൂപമില്ലാത്ത എൻ്റെ ഈ ജീവിതത്തിൻ്റെ മേൽ, ചില സമയത്ത് എൻ്റെ വ്യക്തി ജീവിതത്തിന് ശൂന്യത അനുഭവപ്പെടുന്നു. ചിലപ്പോൾ എന്നെ ആരും സ്നേഹിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഓ പരിശുദ്ധാത്മാവേ, ചിലപ്പോൾ എനിക്ക് രൂപം നഷ്ടപ്പെടുന്നു. ചിലപ്പോൾ എൻ്റെ ജീവിതം ഇരുട്ടിലാകുന്നു. ചിലപ്പോൾ എൻ്റെ വീട് ഇരുട്ടിലാകുന്നു. വ്യക്തമായി എനിക്ക് മുന്നോട്ട് പോകാൻ വഴി ചിലപ്പോൾ അറിയാണ്ട് വരുന്നു. ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന് നമ്മളെ വിട്ടുകൊടുക്കാം. നമ്മുടെ ശൂന്യതയെ, നമ്മുടെ ഇരുളിനെ എല്ലാം പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തുകൊണ്ട് ഈ വരികളിലൂടെ നമുക്ക് നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. എൻ്റെ ശൂന്യതയുടെ മേൽ, എൻ്റെ ഇരുളിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ച് എനിക്ക് ജീവൻ നൽകട്ടെ, എന്നെ നിറയ്ക്കട്ടെ, എനിക്ക് ശക്തി നൽകട്ടെ. ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമി താഴ്വരയിൽ ഹല്ലേലൂയ, സ്തോത്രം. ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക, വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക, വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഹൃദയപൂർവ്വം നമുക്ക് ഈ വരികൾ ഒരിക്കൽ കൂടി പാടണം. പ്രിയപ്പെട്ടവരെ, ഈ സമയം നമുക്ക് ഒരുപക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ഈ ശൂന്യത അനുഭവപ്പെടുന്നുണ്ടാവാം. ദൈവസ്നേഹത്തിൻ്റെ ശൂന്യത നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ടാവാം. ദൈവികമായ ഒരു ആനന്ദം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ചിലപ്പോൾ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവനെ പോലെ ആയിരിക്കാം ഞാൻ. ഹൃദയം കൊണ്ട് എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. ചിലപ്പോൾ പാപത്തെ എതിർത്ത് തോൽപ്പിക്കാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കുന്നില്ലായിരിക്കാം. ചില പാപങ്ങളെങ്കിലും എന്നെ ഭരിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ എൻ്റെ ഹൃദയം തകർന്ന അവസ്ഥയിലായിരിക്കാം. ചിലപ്പോൾ പല തലങ്ങളിലും എൻ്റെ ഉള്ള് ഭാരപ്പെടുന്നുണ്ടാവാം. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ, എനിക്ക് ജീവൻ നൽകുന്ന ആത്മാവിനെ എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, കർത്താവേ, എൻ്റെ ജോലി സാഹചര്യങ്ങളുടെ മേൽ, എൻ്റെ കൃഷിയിടങ്ങളുടെ മേൽ, എൻ്റെ കച്ചവടത്തിൻ്റെ മേൽ, കർത്താവേ, എൻ്റെ എല്ലാ ജീവിത മേഖലകളുടെയും മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഒരിക്കൽ കൂടി സ്നേഹത്തോടെ പാടാം, ഓ പാവനാത്മാവേ. ഹല്ലേലൂയ, സ്തോത്രം. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമി താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക,
ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക, വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യ മേഖലയുടെ മേൽ ഈ സമയം പരിശുദ്ധാത്മാവ് പ്രത്യേകം ഇടപെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയായിലും സമറിയായിലും ഈ ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഈ ലോകത്തിൽ എൻ്റെ കുടുംബ സാഹചര്യങ്ങളിൽ, എൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ, എൻ്റെ ഭാര്യയുടെ അടുക്കൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുക്കൽ, എൻ്റെ കൂട്ടുകാരുടെ അടുക്കൽ, എൻ്റെ സഹപാഠികളുടെ അടുക്കൽ, ഞാൻ കച്ചവടം ചെയ്യുന്നിടത്ത്, ഞാൻ കൃഷി ചെയ്യുമ്പോൾ, ഞാൻ അടുക്കളയിൽ ജോലിയെടുക്കുമ്പോൾ, ഏത് മേഖലയിലും ക്രിസ്തുവിന് സാക്ഷിയാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ക്ഷണിക്കുന്നു. ഈ സമയം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ആരായിരിക്കുന്നുവോ ആ തലത്തിൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെ സാക്ഷിയാവാൻ, അങ്ങയുടെ ക്ഷമയുടെ സാക്ഷിയാവാൻ, അങ്ങയുടെ സമാധാനത്തിൻ്റെ സാക്ഷിയാവാൻ, കർത്താവെ അങ്ങയുടെ സത്യത്തിൻ്റെയും നീതിയുടെയും സാക്ഷിയാകാൻ എനിക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ട്. കർത്താവെ, ചില സമയങ്ങളിലെങ്കിലും സാക്ഷ്യം കൊടുക്കാൻ പറ്റാതെ ഞാൻ പരാജയപ്പെടുന്നു. ദൈവമേ, ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കാനും സഹിക്കേണ്ടടുത്ത് സഹിക്കാനും, ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടടുത്ത് പൊറുക്കേണ്ടടുത്ത് ഞാൻ പരാജയപ്പെടുന്നു. ദൈവമേ, സാക്ഷിയാവേണ്ട ഞാൻ എതിർസാക്ഷ്യമായി തീരുന്നു. കർത്താവേ, എൻ്റെ ശക്തിയില്ലായ്മയുടെ മേൽ, അങ്ങേക്ക് സാക്ഷ്യം വഹിക്കാൻ എൻ്റെ ശക്തിയില്ലായ്മയുടെ മേൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി സാക്ഷ്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ, ശക്തി കിട്ടുന്ന, സാക്ഷ്യം വഹിക്കാൻ ശക്തി തരുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഈ സമയം കർത്താവായ ഈശോ വർഷിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ചേർന്ന് പാടാം. ഓ പാവനാത്മാവേ, എനിക്ക് ശക്തി തരണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം എൻ്റെ ശൂന്യതയിൽ ഓ പാവനാത്മാവേ എനിക്ക് ശക്തി നൽകണമേ. ഹൃദയം കൊണ്ട് നമ്മൾ ആരായിരിക്കുന്നുവോ, ഏത് മേഖലയിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നുവോ, ചിലപ്പോൾ വിദ്യാർത്ഥിയാവാം, ചിലപ്പോൾ ജോലിക്കാരനാവാം, ചിലപ്പോൾ അടുക്കള ജോലി ഹൗസ് വൈഫ് ആവാം, ആരുമാവട്ടെ, യുവാവാം, യുവതിയാവാം, ആരുമാവട്ടെ, ചിലപ്പോൾ വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളാവാം. കർത്താവേ, എനിക്ക് എൻ്റെ വാക്കുകൾ കൊണ്ട്, എൻ്റെ പെരുമാറ്റം കൊണ്ട്, എൻ്റെ നോട്ടം കൊണ്ട്, കർത്താവേ, എൻ്റെ ചിന്തകൾ കൊണ്ട് പോലും നിനക്ക് സാക്ഷ്യം വഹിക്കാൻ എൻ്റെ മേൽ ആ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഹൃദയപൂർവ്വം നമുക്ക് പാടാം. പാവനാത്മാവേ, ഹല്ലേലൂയ. ശൂന്യത നിറയുമി താഴ്വരയിൽ വിനയത്തോടെ പ്രാർത്ഥിക്കുക. ജീവനില്ലാത്ത കർത്താവായ ഈശോയെ, ജീവിതത്തിൽ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മേൽ വീശിടുക. കർത്താവേ, ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും മേൽ വീണ്ടും അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമേ. സാക്ഷ്യം വഹിക്കുവാൻ, വീണ്ടും കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എല്ലാവരുടെയും മേൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും മേൽ കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണമേ. ശക്തി കൊടുക്കണമേ പരിശുദ്ധാത്മാവേ. ഓരോ ജീവിതങ്ങളെയും ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ. സാക്ഷ്യം വഹിക്കാൻ സാധിക്കാതെ തളർന്നു വീഴുന്ന ഞങ്ങളുടെ എല്ലാ മേഖലകളുടെയും മേൽ പരിശുദ്ധാത്മാവെ ശക്തി തരണമേ. ചിലപ്പോൾ രോഗം വരുമ്പോൾ ഞങ്ങൾ തളർന്നു പോകുന്നു പരിശുദ്ധാത്മാവേ. ചിലപ്പോൾ അവഗണന വരുമ്പോൾ ഞങ്ങൾ തകർന്നു പോകുന്നു പരിശുദ്ധാത്മാവേ. ഞങ്ങൾ പരാതിപ്പെടുന്നു, ഞങ്ങൾ സങ്കടപ്പെടുന്നു, ഞങ്ങൾ ഉത്കണ്ഠപ്പെടുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ശൂന്യത നിറഞ്ഞ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ ശക്തിയായി, അഭിഷേകമായി കടന്നു വരണമേ പരിശുദ്ധാത്മാവേ. ഓ പരിശുദ്ധാത്മാവേ, വേദനിക്കുന്ന എല്ലാവരിലും അഭിഷേകമായി കടന്നു വരണമേ, ശക്തിയായി കടന്നു വരണമേ. ഹൃദയപൂർവ്വം പാടാം. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, ഹല്ലേലൂയ, നീ എന്നിൽ നിറഞ്ഞിടുക. രോഗം മൂലം തളരുന്ന സകല വ്യക്തികളും സഹനശക്തിയും സന്തോഷവും സഹിഷ്ണുതയും പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കാൻ വേണ്ടി ഹൃദയപൂർവ്വം നമുക്ക് എല്ലാവർക്കും ചേർന്ന്, എല്ലാ രോഗികൾക്കും വേണ്ടി, അവർക്ക് പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി ചേർന്ന് പാടാം.
വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്ക് വശംവദരായി ഈ ലോകത്തിലെ പാപങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകുന്ന സകല വ്യക്തികളെയും ഇപ്പോൾ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യട്ടെ. പ്രലോഭനങ്ങളുടെ മുമ്പിൽ, മദ്യത്തിൻ്റെയും പുകവലിയുടെയും മറ്റ് സാമ്പത്തിക സമാഹരണത്തിൻ്റെയും ഒക്കെ പ്രലോഭനങ്ങളുടെ മുമ്പിൽ, ജഡിക താല്പര്യങ്ങളുടെ പ്രലോഭനങ്ങളുടെ മുമ്പിൽ കർത്താവേ, നിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവർ വീണു പോവാതിരിക്കാൻ അവരുടെ മേൽ ആത്മാവേ അഭിഷേകമായി കടന്നു വരണമേ. ഹൃദയപൂർവ്വം പാടാം. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. ഹല്ലേലൂയ. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. കർത്താവിന്റെ സുവിശേഷം പങ്കുവയ്ക്കുന്ന സകലരെയും ഈ സമയം നമുക്ക് ആരാധനയിൽ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവരാം. കർത്താവെ, അങ്ങയുടെ വചനത്തിന് വാക്കുകൾ കൊണ്ട് സാക്ഷ്യം നൽകുന്നവർ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുന്നവർ, കർത്താവെ, അവിടെ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, അവിടെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ, കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ വലിയ സാക്ഷിയാകുവാൻ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികളുടെയും മേൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികർ, പ്രിയപ്പെട്ട സന്യസ്തർ, മറ്റൽമായ സുവിശേഷ പ്രഘോഷകർ എല്ലാവരുടെയും മേൽ ഓ പരിശുദ്ധാത്മാവേ അഭിഷേകമായി, ശക്തിയായി, സാക്ഷ്യത്തിൻ്റെ ശക്തിയായി കടന്നു വരണമേ എന്ന് ഞങ്ങൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. മുഴുവൻ യുവജനങ്ങളുടെയും നമുക്ക് ഈ സമയം ഈ തിരുവൾത്താരയിൽ കൊണ്ടുവരാം. കോളേജിലും സ്കൂളിലും പഠിക്കുന്ന കൗമാരക്കാരും യുവജനങ്ങളുമായ മുഴുവൻ യുവതി യുവാക്കളെയും കർത്താവേ, ഞങ്ങളുടെ യുവജനങ്ങൾ ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ പെടാതെ, സാത്താന്റെ കെണികളിൽ പെടാതെ, അങ്ങയുടെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ യുവജനങ്ങൾ കർത്താവേ, അവരെല്ലാവരും സംരക്ഷിക്കപ്പെടാൻ, അഭിഷേകത്തോടെ അങ്ങയുടെ സാക്ഷികളാകുവാൻ ഞങ്ങളുടെ യുവജനങ്ങളുടെ മേൽ, ലോകം മുഴുവനുമുള്ള ഞങ്ങളുടെ യുവജനങ്ങളുടെ മേൽ കർത്താവേ അങ്ങയുടെ ആത്മാവിന്റെ ശക്തി വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കൂടി പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കർത്താവേ, ഞങ്ങളുടെ മുഴുവൻ കുടുംബങ്ങളെയും കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രത്യേകം ചേർത്ത് വയ്ക്കുന്നു. ദൈവമേ, കുടുംബമാണ് സഭയുടെ വഴി എന്ന് ഞങ്ങളെ അപ്പസ്തോലിക പ്രബോധനങ്ങളിലൂടെ പഠിപ്പിച്ച പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ സ്നേഹത്തിൻ്റെ സാക്ഷ്യ കൂടാരങ്ങളാവാൻ, ഞങ്ങളുടെ കുടുംബങ്ങൾ ക്ഷമയുടെ സാക്ഷ്യ കൂടാരങ്ങളാവാൻ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കൃപാവരം ചൊരിയണമേ പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഭിന്നതയുള്ള കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ തിന്മ ഭരണം നടത്തുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ എല്ലാ ഭിന്നതകളും മാറി യോജിപ്പിൻ്റെയും ഐക്യത്തിൻ്റെയും വീടുകളാവാൻ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ തിന്മകൾ വിട്ടുമാറി ഞങ്ങളുടെ കുടുംബങ്ങൾ നന്മയുടെ സങ്കേതങ്ങളായി മാറുവാൻ ഓ പരിശുദ്ധാത്മാവേ, എല്ലാ കുടുംബങ്ങളുടെയും മേൽ, ഞങ്ങൾക്ക് ചുറ്റുമുള്ള ഈ കേരളത്തിലുള്ള ലോകം മുഴുവനുമുള്ള എല്ലാ കുടുംബങ്ങളുടെയും മേൽ ദൈവത്തിൻ്റെ ആത്മാവേ അങ്ങ് കടന്നു വരണമേ. ഹൃദയപൂർവ്വം പാടാം. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന എല്ലാവരുടെയും മേൽ
ഓ പരിശുദ്ധാത്മാവേ, ഈ വചനം കേട്ട, ഇന്നേ ദിവസം ഈ വചനം കേട്ട, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ലോകം മുഴുവനിലുള്ള അങ്ങയുടെ എല്ലാ മക്കളുടെയും മേൽ, നാനാജാതി മതസ്ഥരുടെ മേൽ, ഓ പരിശുദ്ധാത്മാവേ, അങ്ങിപ്പോൾ പ്രത്യേകമാവണ്ണം അങ്ങയുടെ സ്നേഹമായി കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ രോഗികളായി വിഷമിക്കുന്നവരെ സുഖപ്പെടുത്തണമേ, മനോവേദന അനുഭവിക്കുന്നവരെ സുഖപ്പെടുത്തണമേ, മറ്റ് പ്രാരാബ്ധങ്ങളിലായിരിക്കുന്നവരെ സുഖപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, സൗഖ്യമായി, സന്തോഷമായി, സമാധാനമായി എല്ലാവരുടെയും മേൽ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും മേൽ കടന്നു വരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ അങ്ങ് ആശീർവദിക്കുമ്പോൾ, ഓ കർത്താവേ, അങ്ങ് ഞങ്ങളെ കരങ്ങൾ ഉയർത്തി ആശീർവദിക്കുമ്പോൾ, ഞങ്ങളെല്ലാവരും ഇപ്പോൾ ആത്മാവിൽ അഭിഷേകം ചെയ്യപ്പെടട്ടെ. എല്ലാവരും ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നരുളി ചെയ്ത ഓ കർത്താവേ, അങ്ങ് ഞങ്ങളെ ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ. എല്ലാവരും ആത്മാവിൽ ശക്തരാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വലിയ ഇടപെടലുകൾ നടത്താൻ വേണ്ടി ഇന്ന് കർത്താവ് നമ്മളെ ആശീർവദിക്കുമ്പോൾ അവിടുന്ന് തൻ്റെ ആത്മാവിനെ അളവില്ലാതെ വർഷിക്കുകയാണ്. വിശ്വസിക്കുന്ന എല്ലാവരുടെയും മേൽ നമുക്ക് ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ, മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂക്കണമേ വത്സലസുതരിൽ, നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, ആരാധന, ദൈവമേ, മഹത്വം. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഓ പിതാവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ, സ്തോത്രം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. കർത്താവേ യേശുവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, നന്ദി പറയുന്നു. യേശുവേ, യേശുവേ, സ്തോത്രം, സ്തോത്രം. കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴു